നേരത്തെ തന്നെ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ ചൈനീസ് വിദേശകാര്യമന്ത്രിയെ വാങ്യുമായി ഫോണിൽ സംഭാഷണം നടത്തി. അതിനുശേഷം ചൈനീസ് മന്ത്രാലയം അറിയിച്ചത് പാകിസ്ഥാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോവും, ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സംശയിച്ചതുപോലെ ഇനി ചൈനയുടെ ഒരു സഹായം പാകിസ്ഥാൻ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിനിടയിലേക്കാണ് ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്തായ റഷ്യ പതുക്കെ കടന്നു വരുന്നത്. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചില നിർദ്ദേശങ്ങൾ തുർക്കിക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും കൊടുത്തിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് S-400 അത് റഷ്യ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്, ചൈനയ്ക്ക് നൽകിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ തുർക്കിക്ക് നൽകിയിട്ടുണ്ട്. ഇനി റഷ്യയുടെ തൊട്ടടുത്ത രാജ്യമായ ബെലാറസിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് നേരെ ഇന്ത്യ ആക്രമണം നടത്താൽ അവർ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത തേടും. അങ്ങനെയാണെങ്കിൽ ചൈനയുടെ കയ്യിലുള്ള S-400 അതിൻ്റെ ടെക്നോളജിയോ ഒരുപക്ഷെ കൈമാറാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യക്ക് വലിയ ക്ഷീണമാകും. അതുകൊണ്ട് പുടിൻ ചൈനയോട് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഞങ്ങളിൽ നിന്ന് വാങ്ങുന്ന ആയുധമോ ടെക്നോളജിയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമോ പാകിസ്ഥാനുമായിട്ട് ഷെയർ ചെയ്യരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.